കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മളൊരു ചതുരക്കട്ട, ഒരു ക്യൂബോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ നീളം, വീതി, ഉയരമൊന്നും ഈക്വൽ ആയിരിക്കില്ല. പക്ഷെ ക്യൂബിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഒരു തീപ്പെട്ടിക്കൂടിന്റെ നീളം, വീതി, ഉയരം എന്നിവ യഥാക്രമം 4 മീറ്റർ, 2.5 മീറ്റർ, മീറ്റർ അല്ല സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ ആയാൽ 12 തീപ്പെട്ടിക്കൂടുകൾ ചേർത്ത് വെച്ചാൽ വ്യാപ്തം എത്ര? അപ്പോൾ ഒരു തീപ്പെട്ടിക്കൂടിന്റെ നീളം, വീതി, ഉയരം തന്നിട്ടുണ്ട്. അങ്ങനെ എത്ര തീപ്പെട്ടിക്കൂട്? 12 തീപ്പെട്ടിക്കൂട് ചേർത്ത് വെച്ചാൽ എത്ര വ്യാപ്തമാവും എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യുക? ഒരു തീപ്പെട്ടിക്കൂടിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ചെയ്താൽ മതി. തന്നിട്ടുണ്ട് 4, 2.5, 1.5. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 10 ഇൻറ്റു 1.5, 15 സെന്റിമീറ്റർ ക്യൂബാണ് എന്ത്? ഒരു തീപ്പെട്ടിക്കൂടിന്റെ വോളിയം. അങ്ങനെ എത്ര തീപ്പെട്ടിക്കൂടുണ്ട്? 12 തീപ്പെട്ടിക്കൂടുണ്ടെങ്കിൽ 15 ഇൻറ്റു 12, 180 സെന്റിമീറ്റർ ക്യൂബാണ് അത് ചേർത്ത് വെച്ചാലുള്ള വോളിയം. ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, ഒരു ചതുരസ്തംഭാകൃതിയിലുള്ള ടാങ്കിന്റെ നീളം, വീതി, ഉയരം എന്നിവ 6 മീറ്റർ, 5 മീറ്റർ, 4.5 മീറ്റർ എന്നിവയായാൽ അതിൽ എത്ര ലിറ്റർ ജലം കൊള്ളും? അപ്പൊ ഒരു ടാങ്കാണ്. അപ്പൊ ടാങ്കിന്റെ നീളം, വീതി, ഉയരം തന്നിട്ടുണ്ട്. അപ്പൊ എത്ര വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചാൽ അതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യം വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാൻ ഇപ്പൊ പറഞ്ഞ സെയിം ഇക്വേഷൻ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. 6 ഇൻറ്റു 5 ഇൻറ്റു 4.5, 6×5 30, 30 ഇൻറ്റു 4.5, 135 മീറ്ററിലായതുകൊണ്ട് മീറ്റർ ക്യൂബ്. ഇനി വെള്ളം ആയതുകൊണ്ട് വെള്ളമാണ് ചോദിച്ചത്. അപ്പോൾ ഒരു മീറ്റർ ക്യൂബിനകത്ത് എത്ര വെള്ളം കൊള്ളും? 1000 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പൊ 135 മീറ്റർ ക്യൂബിലാണെങ്കിൽ അതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണോ അത്രയും ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ 135 കഴിഞ്ഞിട്ട് 30, ഇത്രയും ലിറ്റർ വെള്ളം കൊള്ളും. ഓപ്ഷൻ ഡി, ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, 12 മീറ്റർ നീളം, 9 മീറ്റർ വീതി, 8 മീറ്റർ ഉയരമുള്ള ഒരു മുറിയിൽ വെക്കാവുന്ന ഏറ്റവും നീളം കൂടിയ കമ്പിന്റെ നീളം എത്ര? അപ്പോൾ ഒരു മുറിയാണ്. അപ്പൊ അതിനകത്ത് വെക്കാവുന്ന ഏറ്റവും നീളം കൂടിയ കമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചതുരക്കട്ടയുടെ കേസിൽ അതിന്റെ എന്താണ്? അതിന്റെ വികരണമാണ്. താഴത്തെ കോർണറും ഏറ്റവും മേലത്തെ കോർണറും തമ്മിലുള്ള ഒരു നീളം, വികരണം. അത് എന്താണെന്നുള്ളത് നമ്മളെ വീഡിയോയിൽ പറഞ്ഞ് വിഷ്വലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു ചതുരത്തിന്റെ വികരണം പോലെയല്ല ഒരു ചതുരക്കട്ടയുടെ വികരണം. ഓക്കെ, അപ്പൊ വികരണമാണ് ഇതിൽ കാണേണ്ടത്. വികരണത്തിന്റെ ഇക്വേഷൻ എഴുതുക. എന്താണ്? √L² പ്ലസ് B² പ്ലസ് H². ഓക്കെ, എല്ലും ബിയും എച്ചും തന്നിട്ടുണ്ട്. അപ്പൊ √12² പ്ലസ് 9² പ്ലസ് 8². 12ന്റെ സ്ക്വയർ 144ആണ്, 9ന് 81ആണ്, 8ന് 64ആണ്. കൂട്ടുമ്പോൾ 180, 225, 289. അതിന്റെ റൂട്ടാണ് ഉത്തരം. എത്രയാണ് 289ന്റെ റൂട്ട്? 17ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ വികരണത്തിന്റെ ഇക്വേഷൻ അറിയാം, അതിനകത്തേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, 5 മീറ്റർ നീളം, 4 മീറ്റർ വീതി, 3 മീറ്റർ ഉയരമുള്ള ഒരു മുറിയിലെ ചുമരുകൾ പെയിന്റ് ചെയ്യുന്നതിലേക്കായി മീറ്റർ സ്ക്വയറിന് 7.5 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും എന്നാണ് ചോദ്യം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ചതുരക്കട്ടയാണെങ്കിൽ പോലും നമ്മളൊരു റൂം എടുക്കുന്ന സമയത്ത് പെയിന്റ് അടിക്കുമ്പോൾ അതിന്റെ വശങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പെയിന്റ് അടിക്കുള്ളൂ. മേൽഭാഗത്തും പെയിന്റ് അടിക്കില്ല, താഴെ ഭാഗത്തും പെയിന്റ് അടിക്കില്ല. ഓക്കെ, ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഏരിയക്ക് അനുസരിച്ചാണ് എത്ര രൂപയാണ് എന്ന് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഏരിയ കണക്ക് കൂട്ടുന്ന സമയത്ത് മേൽഭാഗവും താഴ്ഭാഗവും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്? അതിന്റെ പാർശ്വതല വിസ്തീർണമാണ്. മുഴുവൻ ഉപരിതല വിസ്തീർണം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ പാർശ്വം, രണ്ട് വശങ്ങൾ, അപ്പുറത്തെ രണ്ട് വശങ്ങൾ, ഫ്രണ്ടിലും ബാക്കിലെയും രണ്ട് വശങ്ങൾ, രണ്ട് സൈഡിലെ രണ്ട് വശങ്ങൾ, അങ്ങനെ പാർശ്വതല വിസ്തീർണം എടുത്താൽ മതി. അതാദ്യം കണ്ടുപിടിക്കാം. അപ്പൊ ഒരു ക്യൂബോയിഡിന്റെ പാർശ്വതല വിസ്തീർണത്തിന്റെ ഇക്വേഷൻ എന്താണ്? 2h ഇൻറ്റു എൽ പ്ലസ് ബി. ഓക്കെ, അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. അതിനെ മീറ്റർ സ്ക്വയറിലായിരിക്കും ഉത്തരം കിട്ടുക. ആ ഒരു മീറ്റർ സ്ക്വയറിന് 7.5 വെച്ചിട്ട് ആണെങ്കിൽ എത്ര മീറ്റർ സ്ക്വയർ ആണോ ഉത്തരം കിട്ടുന്നത് അതിനെ
7 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ 2 ഇൻറ്റു h എത്രയാണ് തന്നത്? 3 ആണ്. പിന്നെ l പ്ലസ് ബി 5 പ്ലസ് 4. ഇപ്പൊ 2 3 6, 5ഉം 4ഉം 9. അപ്പൊ 6 ഇൻറ്റു 9 54 മീറ്റർ സ്ക്വയർ എന്നാണ് ഏരിയ കിട്ടുന്നത്. ഇനി 1 മീറ്റർ സ്ക്വയറിന് എത്രയാണ്? 7.5 രൂപ വെച്ചായതുകൊണ്ട് 54നെ എന്തുകൊണ്ട് ഗുണിക്കുക? 54 ഇൻറ്റു 7.5 ചെയ്യുന്ന സമയത്ത് 405 എന്ന് കിട്ടും. ഓക്കെ, 350ഉം 28ഉം 378, 378നോട് 27 കൂട്ടിയാൽ 405 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മെയിൻ പോയിന്റ് ഇതാണ്. പെയിന്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ 4 വശത്തിന്റെയും ഏരിയ എടുക്കില്ല, മേലെയും താഴെയും പെയിന്റ് അടിക്കില്ലല്ലോ. അപ്പൊ പാർശ്വതല വിസ്തീർണമാണ് അതിന്റെ ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് പാർശ്വതല വിസ്തീർണം കണ്ടുപിടിക്കുക, എന്നിട്ട് 1 മീറ്റർ സ്ക്വയറിന് എത്രയാണോ അത് വെച്ച് ഗുണിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, നീളം 8 സെന്റിമീറ്റർ, വീതി 6 സെന്റിമീറ്റർ, ഉയരം 10 സെന്റിമീറ്റർ ആയ ഒരു ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം. അപ്പൊ ചതുരസ്തംഭമാണെന്ന് തന്നിട്ടുണ്ട്, അതിന്റെ വ്യാപ്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ടെങ്കിൽ നേരെ അതിന്റെ ഇക്വേഷൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. 8 ഇൻറ്റു 6 ഇൻറ്റു 10, 8 6 48, 48 ഇൻറ്റു 10 480 മീറ്റർ ക്യൂബ്. സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, 480 സെന്റിമീറ്റർ ക്യൂബ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചതുരക്കട്ട ക്യൂബോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തത്. ഇനി ഇതുപോലെയുള്ള ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിന്റെ പുറകെ വരാൻ ഉള്ളത്. ഓക്കെ.